അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു ഷൗമീൻ്റെ 20,000 mAh ഒരു പവർ ബാങ്കിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഇപ്പം ഞാൻ മേടിച്ചതാണ് ഈ പവർ ബാങ്ക്. 20,000 mAh പവർ ബാങ്കാണ്. അതേപോലെ iPhone 40 അങ്ങനെയുള്ള ഫോണുകളിലൊക്കെ ഏകദേശം ഒരു 30 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ആയിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഷൗമി 13 Pro അതിനകത്തൊക്കെ നമുക്ക് ഒരു 30 മിനിറ്റ് 25 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജായിട്ട് കിട്ടും. 20 mAh ആണ്. ഇന്നാണ് മേടിച്ചത്, ഇന്നാണ് വന്നത് കൊറിയറായിട്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പവർ ബാങ്കാണ് കിട്ടുക. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കാണ്. ഇത് സ്റ്റീൽ ടൈപ്പ് അല്ല, പ്ലാസ്റ്റിക്കാണ്. എൻ്റെ അടുത്ത് മുമ്പുണ്ടായിരുന്നത് ഒരു സ്റ്റീൽ ടൈപ്പ് പവർ ബാങ്ക് ആയിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം അത് സ്റ്റീൽ ബോഡി ആയിരുന്നു. പക്ഷേങ്കിൽ ഇത് വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇത് മൊത്തം പ്ലാസ്റ്റിക് തന്നെയാണ്. കുറച്ചുകൂടെ തിക്നെസ് കൂടിയിട്ടുള്ള നല്ല ടൈപ്പ് പ്ലാസ്റ്റിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ബട്ടൺ അല്ല, ബാറ്ററീൻ്റെ ഇൻഡിക്കേഷൻ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. ഇതിപ്പോൾ ഫുൾ ചാർജിൽ ഒരു ഏകദേശം 75 to 50% വരെയാണ് ഇപ്പം നിലവിൽ ഈ പവർ ബാങ്കിൽ ചാർജ് ഉള്ളത്. ഫുൾ ചാർജ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ലൈറ്റും 4 ലൈറ്റും ഒരുമിച്ച് കത്തും 100% ചാർജ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇതാണ് പവർ ബാങ്കിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. 2 ഔട്ട്പുട്ട് പോയിൻറ്റുകൾ USB പോയിൻറ്റുകളാണുള്ളത്. അതേപോലെ ചാർജിങ് ഇൻഡിക്കേഷൻ ടൈപ്പ് C ആണ് വരിക. ചാർജിങ് ഇൻപുട്ട് ടൈപ്പ് C ആണ് വരിക. പിന്നെ ബാക്കി 2 USB ആണ് വരിക. USB ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പം 20,000 mAh പവർ ബാങ്കാണ് വരുന്നത്. ഇതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള 33 വാട്ട്സ് മാക്സിമം ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ഒരു പവർ ബാങ്കാണ്. അതുപോലെ തന്നെ മൾട്ടിപോർട്ട് 5 വോൾട്ട് 0.3 ആംപിയർ 5 വോൾട്ട് 3 ആംപിയറും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയും ചെയ്യും. അതേ സമയം തന്നെ, അതായത് 2 പോർട്ടിലൂടെ ഈ 5 വോൾട്ടും അതേപോലെ തന്നെ 3 ആംപിയറും നമുക്ക് കിട്ടും. അതൊരു മികച്ച കാര്യം തന്നെയാണ് ഈ 20,000 mAh. പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ലിങ്കിൽ ബയോയിൽ ഇട്ടേക്കാം, നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന വേറെ കാര്യമാണ്, പിന്നെ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഈ ബോക്സിലാണ് അതുണ്ടായിരുന്നത്. ഈ ബോക്സിൽ പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെ ഈ ബോക്സിനകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു സാധനമാണ് യൂസർ മാനുവൽ. ഈ പവർ ബാങ്കിനെ കുറിച്ചുള്ള യൂസർ മാനുവലാണിത്. ഇതിൻ്റെ ഉപയോഗിക്കേണ്ട രീതികൾ, ബാറ്ററി ഇൻഡിക്കേഷനൊക്കെ എന്തിനാണ്, സ്വിച്ച് എന്തിനാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം ഇത് ഇത്രേ ഉള്ളൂ. യൂസർ മാനുവലൊന്നും കാര്യമായിട്ടില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ പവർ ബാങ്ക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ചാർജ് ഇരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ കൂടുതലായിട്ടൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല, വേറെ ഉപയോഗമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ചാർജിങ് കണക്ട് ചെയ്യുന്ന കേബിളാണിത്. ഇതിന് വലിയ ലെങ്ത്തൊന്നുമില്ല, ഈ ഒരു കയ്യിൻ്റെ നീളം അത്രേ ഉള്ളൂ. അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നീട്ടമുള്ള ഒരു ചാർജിങ് കേബിൾ കൊടുക്കാമായിരുന്നു കമ്പനിക്ക്. പിന്നെ ഇത് രണ്ട് ഭാഗവും ടൈപ്പ് C ആണ് വരുന്നത്. ടൈപ്പ് C ചാർജിങ് കേബിളാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ഇത് എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് USB to ടൈപ്പ് C ആണ് വരുന്നത്. അപ്പം എനിക്ക് ഇതും കൊണ്ട് കാര്യമില്ല. ഇത് വേറെ എന്തെങ്കിലുമൊക്കെ ഇനി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗങ്ങൾ വരികയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക ഈ സാധനം. അപ്പം നമ്മുടെ അടുത്ത് വേറെ ചാർജറുണ്ട്, ഫോണിലേക്ക് ചാർജ് ചെയ്യുന്ന ചാർജറുണ്ട്. അത് വെച്ചിനി ഇതിലേക്ക് ചാർജ് ചെയ്യണം. അപ്പം ഇത്രേ ഉള്ളൂ ഈ 20,000 mAh ഷൗമീൻ്റെ പവർ ബാങ്കിനെ കുറിച്ച്. ഉപയോഗിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.